ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോളിഡേ ഈവനിങ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചത്തെ റുട്ടീനാണ്. അന്നത്തെ ദിവസം കാലത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഫംഗ്ഷന് പോയി ഉച്ചയായപ്പോൾ വന്നത്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന കാരണം റിലാക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കിടന്നു. കാരണം അവധി ദിവസങ്ങളിലാണ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാനായിട്ട് കിട്ടുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റുണ്ടായിരുന്നത്. കിച്ചണിൽ വെക്കാനായിട്ട് പുതിയൊരു സംഭവം വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വുഡൻ ബ്ലോക്സിൻ്റെ കലണ്ടർ. ഞാൻ പണ്ടൊരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഇങ്ങനെ ബോർഡ് കൊണ്ട് ഇങ്ങനെ ദിവസങ്ങളും അതുപോലെ തന്നെ മാസമൊക്കെ മാറ്റുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലേ ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു കലണ്ടർ നമുക്ക് വീട്ടിൽ വെക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ വരുന്നത് ഈ ഒരു വുഡൻ ബ്ലോക്സിൻ്റെ മോഡലാണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സെയിലിൻ്റെ സമയത്ത് വാങ്ങിയപ്പോൾ ഒരു 150 രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് വില എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോഴത്തെ വില അതൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായിട്ട് നമ്മൾ കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അതാണ് കുടിക്കുന്നത്. പാൽ ചായ ഉണ്ടാക്കൽ വളരെ കുറവാണ്. പിന്നെ മക്കൾ 2 പേരാണെങ്കിൽ ആകെ 1/2 ഗ്ലാസ് ചായയാണ് അവർക്ക് താല്പര്യമുള്ളൂ. അതന്നെ അവർ ചായയോ ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലും മുക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന അത്രയും ചായ. ബാക്കി എല്ലാവരും കട്ടനാണ് ഇവിടെ പതിവ്. അപ്പച്ചനും അമ്മച്ചിയൊക്കെ 3:30 കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് കുടിച്ച് അവിടെ പേപ്പറൊക്കെ വായിച്ചിരിക്കുകയാണ്. അപ്പച്ചനാണെങ്കിൽ പറമ്പിലേക്ക് എന്തൊക്കെയോ പണികളൊക്കെ ചെയ്യാനായിട്ട് പോകാനായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോ വള്ളം ഇടൽ പരിപാടികളൊക്കെ ഉണ്ട് അവിടെ പറമ്പിൽ. അപ്പോൾ ചെറുതായിട്ട് കൃഷിപ്പണി കാര്യങ്ങളൊക്കെയാണ്. അപ്പച്ചന് രാവിലെയും വൈകിട്ടും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യും. അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ അധികം പഴയ പോലെ കിച്ചണിൽ അങ്ങനെ കാണുന്നില്ല. അപ്പോൾ വീഡിയോസിൽ ചിലർ ചോദിക്കുന്നുണ്ട് അമ്മച്ചി എവിടെ പോയി. അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ട്. കൂടുതൽ സമയം ഇവിടെ സിറ്റ് ഔട്ടിൽ തന്നെയാണ് അമ്മച്ചി ഇരിക്കുക. പിന്നെ ക്ഷീണം തോന്നിയാൽ കുറച്ച് നേരം പോയി കിടക്കും. കാരണം പഴയ പോലെ അങ്ങനെ കുറേ നേരം നിൽക്കാനും അങ്ങനെ പറ്റണില്ല അമ്മച്ചിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നടക്കാനും വളരെ സ്ലോ ആയി. അപ്പോൾ അതുകൊണ്ട് അധികം നേരം കിച്ചണിൽ നിൽക്കാനുള്ള ആ ഒരു പ്രായമാവുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. അത് കാരണമാണ് അധികം നമ്മുടെ കിച്ചണിൽ കാണാത്തതുകൊണ്ടാണ്. ഞാൻ കൂടുതൽ സമയമാണെങ്കിൽ കിച്ചണിലായതുകൊണ്ട് അവിടെ വീഡിയോ പിടിക്കുമ്പോൾ അധികം ബാക്കിയുള്ളവരെ കാണാത്തതിൻ്റെ റീസൺ അതാണ്. വീട്ടിലെല്ലാവരും ഉണ്ട്. എല്ലാവരും മക്കളൊക്കെ അവരുടേതായ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. വലിയ ക്ലാസ്സിലോട്ടായില്ലേ. അപ്പോൾ പഴയ പോലെ നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാ നേരം പറ്റില്ല. അവർക്ക് പഠിക്കാനോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവരധികം കാണാത്ത കേട്ടോ. പിന്നെ ചേട്ടൻ്റെ ജോലികളായിട്ട് ബിസിയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിക്കുകയാണ്. ചായക്ക് ഇന്ന് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ റസ്ക് ഒന്ന് കഴിക്കണേ. കാരണം ഒന്ന് കടയിലേക്ക് പോകണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി നിന്നാൽ നേരം പോകും. അപ്പോൾ ഞാനും ചേട്ടനും കൂടി വേഗം തന്നെ കടയിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണേന് അതൊക്കെ ഒന്ന് മേടിക്കാനായിട്ട് വന്നു. മക്കൾ 2 പേരും പിന്നെ അവർ സൈക്കിൾ ചവിട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5:30-6 മണി വരെ സൈക്കിളോ ചവിട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞിട്ട് ആ സമയത്ത് TV വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ 6 മണി തൊട്ട് 7 മണി വരെ TV കാണും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോന്നിരിക്കണേ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം തന്നെ വാങ്ങി അധികം നേരം എടുത്തില്ല. തൊട്ടടുത്തേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. എടുത്തൊക്കെ പോന്നിട്ടുണ്ട്. അങ്ങനെ കടയിലൊക്കെ പോയി വന്നു. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇനി ഇത്തിരി നേരം ഒന്ന് ഈ ഒരു ഷെൽഫ് ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരത്തെ ഡിന്നർ ഉണ്ടാക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. കാരണം അത് അപ്പം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാവും അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെൽഫ് എനിക്ക് ഒതുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. മക്കൾ 2 പേര് അവർ കളിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് സൈക്കിൾ ചവിട്ടിൽ പിന്നെ എന്തൊക്കെ അവർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർ കുഞ്ഞായിരുന്ന സമയത്ത് എല്ലാ നേരം അവർ എന്നോട് വന്ന് ഇങ്ങനെ പറയൂട്ടോ ബോറടിക്കുന്ന അമ്മ എന്തെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരിക്കി കളിക്കി എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അവർ 2 പേരും കൂടി എന്തെങ്കിലുമൊക്കെ സ്വയം ചെയ്തോളും. പിന്നെ ഒരു കുഴപ്പമുള്ളൂ 2 പേരും 2 പ്രായമാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കശപിശി ഉണ്ടാവും. അത് പിന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ആരാണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ട് കംപ്ലയിൻറ്റ് തീർക്കാൻ വരും. അപ്പം അങ്ങനത്തെ സമയമാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം ആരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. കാരണം ചിലപ്പോൾ ഒരാൾ പറയുന്നത് 2 പേരും പറയുന്നത് ശരിയായിരിക്കും. അങ്ങനെ നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നും. പിന്നെ ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് അവർ ഭയങ്കര ഐക്യത്തോടു കൂടി ഇരിക്കുന്നത്. ഇങ്ങനെ TV കാണുമ്പോഴും ഫോൺ യൂസ് ചെയ്യുമ്പോഴും. അപ്പോൾ തല്ലുകൂട്ടൊന്നും കാര്യമായിട്ട് കേൾക്കാറില്ല. 2 ആളും ഭയങ്കര സ്നേഹത്തിലായിരിക്കും. അങ്ങനെ അവർ 2 പേരും കളിച്ചൊക്കെ കഴിഞ്ഞ് വന്നത് TVയും കണ്ട് അവിടെ ഇരിക്കുകയാണ്. ഞാനപ്പോൾ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഡിന്നറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അരിഞ്ഞെടുക്കലും പരിപാടികളൊക്കെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട്. അപ്പോൾ സാധാരണ രാവിലെ ഞാൻ പച്ചക്കറികളൊക്കെ അരിയാനായാലും വൈകിട്ടായാലും ഒക്കെ ഇരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയിലാണ്. കാരണം ഇവിടെ ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവരുടെ കൂടെ ഞാനിവിടെ ഉള്ളൊരു ഫീലാണ്. അല്ലെങ്കിൽ ഞാൻ മാത്രം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് പണികളൊക്കെ ചെയ്യാറുള്ളത്. പിന്നെ മീനും ചിക്കനും അങ്ങനത്തെ ഐറ്റംസൊക്കെ കിച്ചണിൻ്റെ പിന്നെ അമ്പുറത്ത് നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് ചെയ്യാറ്. അല്ലാത്തതൊക്കെ ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ നന്നാക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്ത് കൊടുത്തു. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു റോള്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 25 അല്ലിയോളം വെളുത്തുള്ളി, 3 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, സവാള 3 എണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്, തക്കാളി 3 എണ്ണം ചെറുതായി ചോപ്പ് ചെയ്തത്. ഒക്കെ വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിയിലാണ് നമ്മൾ ഈ റോൾ ഉണ്ടാക്കണേ. അപ്പോൾ അതുകൊണ്ട് 20 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഒരു 10 കോഴിമുട്ട വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നന്നായി ചതച്ചെടുക്കണം. ഇഞ്ചി ഞാൻ പേസ്റ്റായിട്ട് എടുത്തേക്കണോണ്ട് അതിപ്പോൾ ചതക്കേണ്ട കാര്യമില്ല. പച്ചമുളക് ഞാൻ എരിവുള്ളതായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. എരിവ് കുറവുള്ളതാണെങ്കിൽ 5 എണ്ണം എടുക്കുക. കാരണം ഇതിൻ്റെ കൂടുതൽ എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ വേറെ മുളക് പൊടിയോ കാര്യമൊന്നും ചേർക്കുന്നില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് വഴറ്റിയെടുക്കുക. പച്ചമുളക് ചേർക്കാൻ പറഞ്ഞതിൻ്റെ റീസൺ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളിതിൽ മുളക് പൊടിയോ മസാലകളോ അങ്ങനെ അധികം ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ഫ്ലേവർ കുറച്ച് കൂടുതൽ നിൽക്കാൻ വേണ്ടി ഇത്രയും ചേർത്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെ ജനാല ഈ സ്റ്റൗവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് തന്നെ ജനൽ അടയ്ക്കണമെങ്കിൽ കുറച്ച് ഇങ്ങനെ നമ്മൾ എത്തിച്ച് പിടിച്ചിട്ട് വേണം ആ ജനൽ അടയ്ക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി ചേട്ടൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കിയെന്നാണ്. ജനലയുടെ കുറ്റിയുമ്പോൾ നമ്മളൊരു ചരട് ഇങ്ങനെ കെട്ടിപ്പിടിപ്പിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ചെറിയൊരു ഹാൻഡിൽ പോലെ ഉണ്ടാക്കിയെന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആ ചരട് വലിച്ചാൽ ജനൽ നമുക്ക് സുഖമായിട്ട് അടയ്ക്കാം. അതുപോലെ തുറക്കണമെങ്കിൽ ഞാൻ ചെറിയൊരു റോഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങോട്ട് തുറന്നു. അപ്പം നമ്മുടെ വീട് ചെറിയൊരു പരീക്ഷണശാല പോലെയാണ്. കാരണം ചേട്ടൻ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ കണ്ട അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അവിടെ അങ്ങനെ സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉണ്ടാക്കൽ പരിപാടി നമുക്ക് തുടരാം. നമ്മൾ 3 സവാളയാണ് ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു 1.5 സവാള നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഇളക്കുമ്പോഴേ ഇങ്ങനെ സൈഡുകളിലൊക്കെ നല്ല രീതിക്ക് വടിച്ചെടുക്കാം. സവാള ചെറുതായിട്ട് സോഫ്റ്റായി വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്താലാണ് ടേസ്റ്റ്. അത് വേഗം വെന്തും കിട്ടും. പിന്നെ ചിക്കൻ നമ്മൾ മേടിച്ച സമയത്ത് 2 ചിക്കൻ മേടിച്ചിട്ട് അതിൽ നിന്ന് നല്ല പീസസ്, എല്ലൊന്നും ഇല്ലാത്ത പീസെല്ലാം മാറ്റിയെടുത്തിട്ടാണ് ഇത് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള പീസുകൾ നാളെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സൺഡേ ചിക്കൻ കറിയാണ് പതിവ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടാക്കേണ്ട കാരണം ഞാൻ സാറ്റർഡേ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നല്ല മണമാണ് കേട്ടോ. പ്രത്യേകിച്ച് വെളുത്തുള്ളിയിലൊക്കെ മണമൊക്കെ വരുമ്പോഴേ. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ 2 പേരും സഹായിക്കാനായിട്ട് ആൾ കൂടി ഇവിടെ. കാരണം ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് 2 പേരും ഇളക്കാനും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ് ഇവിടെ. ചിക്കൻ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തപ്പിക്കും തന്നെ ഇങ്ങനെ വെള്ള കളറായി തുടങ്ങും ചിക്കൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റാണ് ഏകദേശം കുക്ക് ചെയ്യേണ്ടി വരിക. അതിൽ നിന്നും വരുന്ന ചെറിയായിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് വെന്ത് കിട്ടുമ്പോൾ വേറെ വെള്ളമോ കാര്യമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് ചപ്പാത്തിയുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ആ ഒരു മുട്ട നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു 6 മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. നമുക്ക് എത്ര വേണ്ടി വരുന്ന അറിയില്ല, ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. അപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാനാണ് പോണത്. അപ്പോൾ ചേട്ടൻ വന്നു, ചേട്ടൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചപ്പാത്തി ചുടലും കാര്യങ്ങളും ഒക്കെ ചേട്ടൻ ചെയ്യാം. അപ്പോൾ ഫില്ലിങ് വെക്കലും കാര്യങ്ങളൊക്കെ ഞാനും മക്കളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻ വെച്ചിട്ട് ചപ്പാത്തി ഓരോന്നും ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ചപ്പാത്തി കേട്ടോ, ഹാഫ് കുക്ക്ഡാണ് മേടിച്ചത്. കാരണം ഇത് അത്യാവശ്യം നല്ല കനം കുറവായിരിക്കും. അപ്പോൾ റോളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി എത്ര കനം കുറച്ചാലും ഇത്ര കനം കുറയില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല, ഭയങ്കര കട്ടിയാവും റോളാവുമ്പോഴേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചപ്പാത്തി മേടിച്ചത്. ഇനി നമ്മൾ ഈ ഒരു ചപ്പാത്തി പകുതി കുക്കായി കഴിയുമ്പോൾ ഈ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് 2 കയ്യിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് അതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുത്തു. ഇതുപോലെ ഇങ്ങനെ എല്ലാ ചപ്പാത്തിയും നമ്മൾ ചെയ്തെടുക്കണം. ആദ്യം 2 വശവും ചെറുതായിട്ട് കുക്കായി കഴിയുമ്പോൾ 2 കയ്യിൽ വെച്ചിട്ട് ഞാൻ അതിനാണ് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ ഓരോ മുട്ട വീതം പൊട്ടിച്ചൊക്കെ ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇതാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലേവറും നമ്മുടെ ഫില്ലിങ്ങും എല്ലാം കൂടി വരുമ്പോൾ നല്ല രസമാണത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ മറിച്ചിടാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ ആ 20 എണ്ണം ചേട്ടൻ ഇവിടെ ഇങ്ങനെ ചുട്ടെടുക്കുന്ന നേരം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. അപ്പോൾ റോസും അതിൻ്റെ ഇടയ്ക്കൂടെ ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ബുക്ക് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അത് എടുത്തിട്ട് വന്നിട്ട് അവൾ ഞങ്ങളൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ബുക്കാണ്. അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ ആ ഒരു ബുക്കിൽ ഓരോന്നൊക്കെ വായിച്ചിട്ട് അവൾ തമാശ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവൾ സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് പ്രത്യേകിച്ച് ഇതിലൊന്നും പണികളില്ല.
അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കൽ പരിപാടി ഇവിടെ നടക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഫില്ലിങ് സെറ്റാക്കാം. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ബട്ടർ പേപ്പർ നമ്മൾ വെക്കാം. കാരണം നമ്മൾ ഷവർമയൊക്കെ കിട്ടുന്ന പോലെ റോൾ ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ബട്ടർ പേപ്പർ വേണം. അത് കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ അതിന് പകരം വാഴയിലയിലും വെക്കാം. ഒന്ന് വാട്ടിയെടുത്താൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. അത് ഞാനാദ്യം തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ഇത് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മയോണീസ് ആക്കി കൊടുത്തു. അത് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം ഈ ചിക്കൻ്റെ നമ്മൾ ഉണ്ടാക്കിയ മിക്സ്, പിന്നെ കുറച്ച് സവാള, കുറച്ച് തക്കാളി നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി വേറെ വല്ല കുക്കുമ്പറോ അങ്ങനെയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ, ഞങ്ങൾ ഇത്ര ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിങ്ങനെ ടൈറ്റായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിൽ നമ്മൾ ഷവർമയൊക്കെ റോൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പിടിച്ച് കഴിക്കുമ്പോൾ ഇതൊക്കെ കൂടെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മക്കളെ വിളിക്കുകയാണെങ്കിൽ അവരിതൊക്കെ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ചെറുതായിട്ടൊക്കെ ചിലപ്പോൾ അവർ ചെയ്യുന്നത് പെർഫെക്ഷൻ അത്ര ആവില്ല ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ. പിന്നെ വലുതാവും തോറും അവർ ചെയ്യണതിൽ പെർഫെക്ഷൻ ആയി വരും. അപ്പോൾ ഇവരെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് അടുത്ത് നിർത്തി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന കാരണം അവർക്കത് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം എന്താ ഒരു പ്രശ്നം, ഞാനിങ്ങനെ ഉച്ചയ്ക്കൊക്കെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവധി ദിവസമൊക്കെ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വീഡിയോസ് കാണും. അപ്പോൾ അവർക്ക് ഇഷ്ടമാണല്ലോ അങ്ങനെ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ രണ്ടുപേരും കൂടി ഓരോ പാചക പരീക്ഷണങ്ങളാണ് കേട്ടോ. അപ്പോൾ സാധാരണ അവധി ദിവസമാണ് ഇങ്ങനത്തെ പരിപാടികൾ. കാരണം എല്ലാവരും ഉച്ചയ്ക്ക് കുറച്ച് നേരം കെടുക്കും അവധി ദിവസം. അപ്പോൾ അവർ ആ സമയത്ത് കെടുക്കൊന്നുമില്ല. അവർ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കളയിലായിരിക്കും. അപ്പോൾ ചിലതൊക്കെ ക്ലിക്കാവും, ചിലതൊക്കെ ഫ്ലോപ്പ് ആവും. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ കഴിക്കാൻ തരും. ഫ്ലോപ്പായാൽ പിന്നെ അത് നമ്മൾ ആരും അറിയില്ല അത് ഉണ്ടാക്കിയത് പോലും. അപ്പോൾ അങ്ങനെ ഈസയും റോസും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ ഇപ്പോൾ എന്തോരം കുക്കിംഗ് റെസിപ്പീസാണ്. എല്ലാം കാണുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. പക്ഷേ കുറേ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് പലപ്പോഴും പ്ലാൻ ചെയ്താൽ നടക്കാതെ പോകുന്നത്. അങ്ങനെ നമ്മുടെ റോളെല്ലാം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നു. ഇനി നമുക്ക് പ്രയർ കഴിയണം. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മുടെ റോള് ഇതേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഏകദേശം ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അത് അത്യാവശ്യം നന്നായിട്ട് ഫില്ലാവണത് സംഭവമാണത്. റോളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചേക്കണോണ്ട് നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മൾ ആ ചിക്കനിൽ അങ്ങനെ മസാല ചേർക്കാതെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വെക്കണോണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറുമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കലും പ്ലസ് നമ്മൾ സിനിമ കാണലുമാണ്. അവധി ദിവസം പ്രത്യേകിച്ച് നമ്മൾ സിനിമ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മധുരം തിന്നണ്ടേ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ തലേദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു 2 അപ്പോൾ അത് അന്ന് തലേദിവസം കഴിച്ചു വരണം. അത് കട്ട് ചെയ്തപ്പോൾ ബാലൻസ് വന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് പൈനാപ്പിൾ നല്ല മധുരമുള്ളതായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി സിനിമ കണ്ട് അവിടെ ഇരുന്നു കേട്ടോ. അവധി ദിവസമാണെങ്കിൽ ഒരു 10 മണി കഴിയണവരെയൊക്കെ സിനിമയൊക്കെ വെച്ച് അവിടെ ഇനി ഇരിക്കും. അങ്ങനെ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് വരാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സിനിമ കാണാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് കണ്ട് ഇങ്ങനെ കഴിയട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ പാത്രം കഴുകാൻ പിന്നെ നമ്മൾ ചെല്ലാൻ ഭയങ്കര മടിയായിരിക്കും. പ്രത്യേകിച്ച് മുടക്ക് ദിവസമാണ് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് പാത്രമേ ഉള്ളൂ, അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് വേഗം വരാം, കിച്ചണൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ അത് കഴിഞ്ഞ് പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് കാണാമല്ലോ. അപ്പോൾ ഞാനൊരു പുതിയ ക്ലീനർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഹാപ്പി പ്ലാനറ്റ് എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേരായിരുന്നത്. അപ്പോൾ ഇത് അധികം കെമിക്കൽസും ചേർക്കാത്ത ഒരു കിച്ചൺ ക്ലീനർ ആണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചു നോക്കി. നന്നായിട്ട് തോന്നി എനിക്ക്. സ്പ്രേ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്, ഒരു ഓറഞ്ചിൻ്റെ മണമാണ്. പിന്നത്തെ കാര്യം നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റൗവും അതൊക്കെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തൊക്കെ തുടച്ചിടാണ്. കൗണ്ടർ ടോപ്പും അതെല്ലാം തന്നെ. പാത്രങ്ങൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ടി വി കാണുന്ന സമയത്ത് ഇടയിൽ ഒന്ന് പോയി അത് തീർത്തിട്ട് വന്നാൽ നന്നായി. ഇനി അഥവാ എനിക്ക് അത്രയും മടി തോന്നുകയാണെങ്കിൽ ആ ഒരു ദിവസം ഞാൻ പാത്രം അവിടെ അങ്ങനെ വെക്കും, വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ വെച്ചിട്ട് പോവും, നെക്സ്റ്റ് ഡേ കഴുകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അത്ര റെയറായിട്ടാണ് ചെയ്യാറുള്ളൂ. ആദ്യമൊക്കെ ചെയ്തിരുന്നു മടിയുള്ള സമയത്ത്. ഇപ്പോൾ നമുക്ക് ഏജ് ആവും തോറും എനിക്കെന്തോ ആ മടി അതങ്ങനെ വെച്ചിട്ട് വന്നു തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധിയൊക്കെ കഴുകി വെക്കുകയാണ്. നമ്മുടെ പ്രായം മാറുന്നതനുസരിച്ച് കുറേ മാറ്റങ്ങൾ നമ്മളിൽ വരും കേട്ടോ. ആ മടി കുറേ കുറയും കേട്ടോ പ്രായം കൂടുമ്പോൾ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് വയസ്സാകുമ്പോൾ അവർക്ക് മടി വരാം, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മുടെ കിച്ചണൊക്കെ ക്ലീനായി സെറ്റായി. കലണ്ടർ അടുത്ത ദിവസം മാറ്റി വെക്കലും ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല രസമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് കലണ്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഹോളിഡേ എന്നുള്ള ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിൽ സൺഡേന്ന് എഴുതിയതും ഉണ്ട് കേട്ടോ, ഹോളിഡേന്ന് എഴുതിയതും ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വന്നപ്പോൾ റോസും ഇസയും സിനിമ ഒന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം അവർക്ക് അത് അത്ര വലിയ രസമൊന്നും തോന്നിയില്ല. അപ്പോൾ റോസ് വരുന്നത് ഈ കഥ ബുക്ക് വായിക്കുന്നുണ്ട്. ഇസയാണെങ്കിൽ അവൾ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും 2 ചോയ്സ് ആട്ടോ. റോസുവിനാണെങ്കിൽ കൂടുതൽ ഇഷ്ടം വായന, ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണ്.
പക്ഷേ കുറേ എപ്പോഴെപ്പോഴും അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഇസയാണെങ്കിൽ വായനയോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ ക്രാഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം ചെയ്യാനും അവൾക്ക് ഇഷ്ടം അത്. പക്ഷേ ഇപ്പോൾ ക്ലാസ്സിൽ കുറേ പഠിക്കാനുള്ള കാരണം പഴയ പോലെ ഒന്നും നേരം കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അവൾക്ക് ഈ ഒരു ജേണലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ വരച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ പേജിലും. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജേണൽ ഉണ്ട് അവളുടെ കയ്യിലൊരു പുസ്തകം. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ ഓരോ പേജിൽ ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലൂ, പിങ്ക് അങ്ങനെ ഓരോ കളറിൽ ഓരോ തീമിലൊക്കെ. ഇത് വേറെ എഴുതാനൊന്നും ഉപയോഗിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ റൂമിൽ നിന്ന് അതൊക്കെ ചെയ്യുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഡയറിയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക, പിന്നെ ചേട്ടനോട് അടുത്ത ദിവസത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് വീഡിയോയിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കും. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തൽ, ടിക്കിടൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ സാധാരണ ദിവസങ്ങൾ പോലെയല്ല, അതെല്ലാം ഷൂട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ അത് കൃത്യമായിട്ട് എഴുതി വെച്ചാൽ ഷൂട്ട് ചെയ്യണം. ചില സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും, വീഡിയോ പിടിക്കാനൊക്കെ മറന്നു പോവും. കാരണം നമ്മൾ ആ ജോലി ചെയ്യണ തിരക്കിൽ വീഡിയോ പിടിക്കലും കൂടി ആകുമ്പോൾ എക്സ്ട്രാ പണിയല്ലേ. അപ്പോൾ നമ്മളത് ചില നേരത്തൊക്കെ വിട്ടുപോകുമ്പോൾ ആ ക്ലിപ്പിങ്സൊക്കെ നമുക്ക് മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എഴുതി പുസ്തകത്തിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ എനിക്ക് അവധി ദിവസം അങ്ങനെ വീഡിയോ പിടിക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു റിലാക്സ് ഡേ ആണ്, അത് പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി സാറ്റർഡേ സൺഡേ അധികം അങ്ങനെ വീഡിയോ പിടിക്കാറില്ല. ചില സമയത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ പിടിക്കൽ കുറവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ദിവസത്തേക്കുള്ളതെല്ലാം എഴുതി സെറ്റാക്കി ഞാൻ പോയിട്ട് കുറച്ച് സ്കിൻ കെയർ, അത് വൈകുന്നേരം ഏറ്റവും ലാസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് ചെയ്യണത്. കണ്ണിൻ്റെ തടത്തിൽ ചെറിയൊരു ഐ ക്രീം തേക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഏജ് മാറും തുടങ്ങുന്ന ഡാർക്ക് സർക്കിളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങും. പിന്നെ ചെറിയൊരു ഫേസ് ക്രീം. എനിക്കിതൊക്കെ മടിയാട്ടോ ചെയ്യാൻ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ഏജ് മാറുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യണ്ടേ. ചില ദിവസമൊക്കെ സ്കിപ്പ് അടിക്കും മറന്നു പോകുമ്പോൾ, ചില ദിവസമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഫേസിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ ഞാൻ ഒരു ഹാൻഡ് ക്രീമും കൂടി ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പാത്രമൊക്കെ കഴുകൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ ഹാർഡായി തുടങ്ങി. അതുകൊണ്ട് ചെറിയൊരു ഹാൻഡ് ക്രീമും കൂടി അപ്ലൈ ചെയ്തെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് പോയിട്ട് കുറച്ച് നേരം കൂടി സിനിമ ബാക്കിയുള്ളത് കാണാം. അപ്പോൾ ഞാൻ അതിനാണ് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്ന് ഇനി സിനിമ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈവനിങ് റുട്ടീൻ ഹോളിഡേ നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.